കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. യേശുവേ നന്ദി 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 കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ മഹത്വം 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 കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഉടമ്പടി ധ്യാനത്തിന് നമ്മൾ ധ്യാനിക്കാൻ വേണ്ടി എടുക്കുന്ന മാതൃകാ സാക്ഷ്യം അഞ്ജന ഡേവിഡ് എന്ന് പറഞ്ഞ ഒരു സഹോദരി പറഞ്ഞ സാക്ഷ്യമാണ്. നമ്മൾ ഉടമ്പടിയുടെ സാധ്യതകൾ ദൈവം ഓരോ ആഴ്ചകളിലും ഉടമ്പടി അപ്ഡേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയ വിജയം. പണ്ടുണ്ടായിരുന്ന ഒരു സ്കീം അനുസരിച്ച് അങ്ങനെ ഫോളോ ചെയ്ത് പോവുകയില്ല. ഉടമ്പടി ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുക. ഉടമ്പടിയുടെ സാധ്യതകൾ, ദൈവത്തിൻ്റെ ഇടപെടലുകൾ, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ രംഗങ്ങൾ, അവൻ്റെ സംഘർഷഭൂമി, അതിനുള്ള സമാധാനവും സമാശ്വാസവും ഒക്കെ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ദൈവാനുഭവങ്ങളുടെ ഉടമ്പടി ഇങ്ങനെ വളർന്ന്
പുരോഗമിക്കണ കാണാം. ഇക്കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ കണ്ണീരിൻ്റെ ദൈവത്തിൻ്റെ ഉത്തരവെന്നാണ് KCBC തിയോളജിക്കൽ കമ്മീഷൻ ചെയർമാനായിരുന്ന ഇന്ന് KCBCയുടെ വൈസ് പ്രസിഡൻ്റായ നമ്മുടെ ചക്കാലക്കൽ പിതാവ് പറഞ്ഞത്. അത് അന്ന് വായിച്ചപ്പോഴേക്കും മനസ്സിലായില്ലേ പിതാവ് പറഞ്ഞത്. പിതാവ് ഉടമ്പടിയുടെ പുസ്തകം കൊടുത്തപ്പോൾ സത്യം പറഞ്ഞാൽ എന്തൊരു ആദരവോടെയാണ് മാതാവ് ആ വിഷയം ചെയ്തത്. പിതാവ് ഇവിടെ വന്ന് ഉടമ്പടി പുസ്തകത്തിൻ്റെ കരട് രൂപം കൈപ്പറ്റി പോവുകയാണ് ചെയ്തത്. എന്നിട്ട് പിതാവ് 1 മാസത്തിനുള്ളിൽ അതിൻ്റെ ഫോർവേഡ് എഴുതി തന്ന് അതിലാദ്യത്തെ വാക്യതാണ്, ഈ കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ കണ്ണീരിൻ്റെ ഉത്തരവാണ് ഉടമ്പടി എന്ന്. അയ്യോ, അന്ന് ഞാൻ വായിക്കുമ്പോൾ ഇത്രയും ആന്തരികമായ അഭിഷേകം അതിലുണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ നമ്മൾ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് പിതാവിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിച്ചത് എത്രയോ ഷാർപ്പാണെന്ന്. ശ്രുതികട്ടെ ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധ്യം യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പഞ്ചന ഡേവിഡിൻ്റെ സാക്ഷ്യം. എനിക്ക് തോന്നുന്നത് തൃശ്ശൂരാണ്, പക്ഷെ അവർ താമസിക്കുന്നത് ചെന്നൈയിലാണ്. ഇവരുടെ വിഷയമെന്ന് കേട്ട് ഇവർ 4 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇവർ പ്രഗ്നൻ്റ് ആകണത്. ആ സാക്ഷ്യം നിങ്ങൾക്ക് കേൾക്കാം, അതിൽ യൂട്യൂബിലുണ്ടത്. അപ്പോൾ 4 വർഷം കാത്തിരുന്നിട്ടാണ് ഒരു കുഞ്ഞിനെ കിട്ടിയത്. പക്ഷേ 3-ാം മാസത്തിൽ സ്കാൻ ചെയ്യുമ്പോൾ കുഞ്ഞ് ഡൗൺ സിൻഡ്രോമാണ്, പോസിറ്റീവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ദബുദ്ധി, പല അംഗവൈകല്യങ്ങളുള്ള കൊച്ചാണ്. ഇത് 2 ഡോക്ടർമാർ കൺസൾട്ട് ചെയ്തിട്ടാണ് ഇവരെ വിളിപ്പിച്ചിട്ട് ഡോക്ടർ പറയും ഇതിനെ ടെർമിനേറ്റ് ചെയ്യാൻ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അബോർഷൻ നടത്താൻ പറയും, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്കിത് കുരിശായിരിക്കും. പക്ഷേ ഇവർ പറയുന്നൊരു വാക്കുണ്ട്, ഡോക്ടറെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. എന്നിട്ട് ഇവർ പറയുന്നത് അറിയാമോ, എൻ്റെ ദൈവം അംഗവൈകല്യമില്ലാത്ത ദൈവമാണ്, അവനാണ് ഈ കുഞ്ഞിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അവനെപ്പോലെ ഈ കുഞ്ഞും അംഗവൈകല്യം ഉണ്ടാകത്തില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കണമെന്ന് കൈയടിച്ച് കർത്താനുസ്തുതികൾ. ഹല്ലേലൂയ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിശ്വാസം പ്രഖ്യാപിക്കാനുള്ള വലിയ കൃപ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധ്യം യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് കേട്ടിട്ട് എന്ത് തോന്നണ്? അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങളുണ്ടല്ലോ, വേറെ ഇല്ലേ? അവരെ അവിടെ മാതാപിതാക്കന്മാർ പൊന്നുപോലെ സൂക്ഷിക്കുകയും വളർത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഓട്ടിസം ബാധിച്ച എത്രയോ മക്കളിവിടെ വരണത്. അപ്പോൾ അവരുടെ മാതാപിതാക്കന്മാരെ ദൈവം എന്തുമാത്രം വിശ്വസിച്ചിട്ടാണ് ആ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ചിലപ്പോൾ ആ കുഞ്ഞുങ്ങളിലൂടെ ആയിരിക്കും അവിടെ നിത്യത ഏറ്റവും കൂടുതൽ ഉറപ്പ് വരുന്നത്. ക്രിസ്ത്യാനിയെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് ലഭിക്കാവുന്ന വിശ്വാസത്തിനെക്കുറിച്ച് ആന്തരികമായ അഭിഷേകജ്ഞാനമുള്ളവർക്ക് മനസ്സിലാകും, നമുക്ക് ദൈവത്തിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ നിത്യതയാണ്. നിത്യതയേക്കാൾ കുറഞ്ഞ് ഒരു ക്രിസ്ത്യാനിക്ക്, ഒരു വിശ്വാസിക്ക് എന്ത് കിട്ടിയിട്ടും കാര്യമില്ല. കാര്യം എന്താണ്? ഈ വെള്ളം കുടിക്കണതിനൊക്കെ ഇനിയും ദാഹിക്കും. കർത്താവ്
5 ഭർത്താക്കന്മാരുണ്ടായ സ്ത്രീയോട് പറഞ്ഞില്ലേ 4:13 യോഹന്നാൻ്റെ സുവിശേഷം എന്താ പറയണത്? ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കും. അപ്പോഴേ ഈ ലോകത്തിൻ്റെ ശരീര സംബന്ധമായ വീട്, ജോലി, വിവാഹം, മക്കൾ, അതുപോലെ തന്നെയുള്ള അതിനോ ശരീരത്തോട് ബന്ധപ്പെട്ട എന്ത് കിട്ടിയാലും വീണ്ടും നമുക്ക് കിട്ടാത്ത പോലെ തോന്നുമെന്നാണ് ഈശോ പറയണത്. കിട്ടിയാലും കിട്ടാത്ത പോലെ തോന്നും. അപ്പം കിട്ടിയത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന അൾട്ടിമേറ്റ് എയിം ഇല്ല. അത് വിശ്വാസിയാണ് മനസ്സിൽ. പക്ഷേ അതുകൊണ്ട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ തന്നെ അഞ്ജന ഡേവിഡ് ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞില്ലേ, എൻ്റെ ദൈവം അംഗവൈകല്യമില്ലാത്ത ദൈവമാണ്, അതുകൊണ്ട് അവൻ സൃഷ്ടിക്കുന്നതും അംഗവൈകല്യമില്ലാത്തതായിരിക്കും. ഞങ്ങൾ സൃഷ്ടിച്ചെന്നല്ല പറഞ്ഞിരിക്കുന്നത്, അവൻ സൃഷ്ടിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ കാര്യം? ഇതൊരു വിശ്വാസത്തിൻ്റെ വിഷയമാണ്. വിശ്വാസം ഏറ്റു പറയാനുള്ളതാണ്. നമ്മൾ വിശ്വാസത്തെ വളരണത് എങ്ങനെയാണ്? ഇവരെന്താ ചെയ്തിരിക്കണത്? ഇവരുടെ സ്കാൻ ചെയ്തപ്പോൾ ഈ കുഞ്ഞിന് പല അവയവങ്ങളും ഇല്ല എന്നുള്ളത് മനസ്സിലായി. കിഡ്നിയുടെ പ്രോബ്ലം ഉണ്ട്, തലതിരിയത്തില്ല, പല പ്രശ്നങ്ങളാണ് അതിൻ്റെ കിടക്കുടക്ക് ഓരോ സ്കാനിങ്ങിനും വരണത്. അപ്പോഴൊക്കെ ഇവരിങ്ങനെ വിശ്വാസത്തിൽ നിൽക്കുകയാണ്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, വിശ്വാസത്തെക്കുറിച്ച് സെൻറ്റ് പോള് ഏറ്റവും കൂടുതൽ വിശ്വാസത്തെ കൈകാര്യം ചെയ്ത ഒരു അപ്പോസ്തലനാണ് വിശുദ്ധ പൗലോസ്. അദ്ദേഹം പറയുന്നത് എന്താണ്? നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കാൻ. 4:20 റോമാലേഖനം 4:20 ഏറ്റു പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുക. അപ്പം കേവല വിശ്വാസം നമുക്ക് കിട്ടും, പക്ഷെ നമ്മളെന്ത് ചെയ്യണം? വിശ്വാസത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. നമുക്ക് കേവല വിശ്വാസമാണ് കിട്ടുന്നത്, അല്ലേ? മാതാപിതാക്കന്മാരിൽ നിന്ന് പകർന്നു കിട്ടും, വേദപാഠ ക്ലാസ്സിൽ നിന്ന് പകർന്നു കിട്ടും, ബൈബിൾ പഠനത്തിലൂടെയും പ്രസംഗത്തിലൂടെയും പകർന്നു കിട്ടും. ഇതെല്ലാം നമുക്ക് കിട്ടുന്നതും. പക്ഷേ ഈ വിശ്വാസത്തെ നമ്മൾ, ഈ കേവല വിശ്വാസത്തെ പവേഡായിട്ടുള്ള ഫെയ്ത്താക്കി കൺവേർട്ട് ചെയ്യണം. ശക്തി പ്രാപിച്ച വിശ്വാസം, അത് നമ്മുടെ കോൺട്രിബ്യൂഷനാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മളുടെ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒന്നും ശരിക്കും ആക്ടിവേറ്റ് ചെയ്ത ഫെയ്ത്ത് അല്ല. പണ്ടെങ്ങോ വേദപാഠ ക്ലാസ്സിൽ നിന്ന് കിട്ടിയിട്ട് അതുപോലെ കൊണ്ടുനടക്കുകയാണ്. വിശ്വാസം പ്രഖ്യാപിച്ചിട്ടില്ല. വിശ്വാസം പ്രഖ്യാപിക്കുമ്പോഴല്ലേ ദൈവം മഹത്വപ്പെടത്തുള്ളൂ. ഇപ്പോൾ അഞ്ജന ഡേവിഡ് എന്താ ചെയ്തിരിക്കണത്? ഈ അംഗവൈകല്യമുള്ള കുഞ്ഞിനെ ഗർഭത്തിൽ ഇട്ടുകൊണ്ട് അവൾ പറയണത് എന്താണ്? എൻ്റെ ദൈവം അംഗവൈകല്യമില്ലാത്ത ദൈവമാണെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് എന്താ സംഭവിക്കണത്? അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അപ്പോൾ അവർക്ക് എന്താണ് സംഭവിക്കുന്നത്? അവർ വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കും. വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുന്നത് നിൻ്റെ സഹനത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ്. ഒന്നേറ്റ് പറഞ്ഞ്, വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുന്നത് എൻ്റെ സഹനത്തില് ദൈവത്തെ ദൈവ തിരുമനസ് തിരിച്ചറിഞ്ഞ് ഏറ്റുപറയുന്നതിലൂടെയാണ്. അങ്ങനെ എൻ്റെ ജീവിതത്തിലെ ഞാൻ കടന്നു പോകുന്ന ഇന്നത്തെ ദുരിതങ്ങളെ ദൈവനാമത്തിലെ ഏറ്റെടുത്തിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ വളരുവാൻ, വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസത്തിനാൽ നീതിമാൻ ജീവിക്കും. വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ. നമുക്ക് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടി ബൈബിൾ പഠിക്കുകയാണ്. പക്ഷേ ബൈബിൾ പഠിക്കണത് എന്തിനാണ്? നമുക്ക് ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടിയാണോ? ആൾക്കാരെ പഠിപ്പിക്കാൻ വേണ്ടിയാണോ? അല്ല. നമ്മൾ ബൈബിൾ പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം ജീവിതത്തോട് ചേർത്ത് വെച്ച് പഠിക്കുക. ഈ ജീവിതത്തിലൂടെ ഏത് വചനമാണ് കർത്താവ് എന്നോട് പറയണത്? അല്ലെങ്കിൽ ഈ ജീവിതത്തിൻ്റെ മുൾക്കീടവും കുരിശും തിരുവിലാവിലെ മുറിവും കർത്താവിൻ്റെ സഹനങ്ങളുടെ ഒരു ഷെയർ നമുക്ക് ലഭിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഈ കുരിശിനെ കൃപയാക്കി കൺവേർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ വളരണത്. അത് അങ്ങനെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്
നമ്മൾ വിശുദ്ധ ഗ്രന്ഥം പഠിക്കണത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ എന്റെ ജീവിതത്തിൽ അന്നു വേണ്ട ആഹാരം പോലെ അന്ന് വേണ്ടുന്ന ആഹാരം പോലെ തന്നിട്ടുള്ള തന്നിരിക്കുന്ന ദൈവഹിതമാകുന്ന ദൈവഹിതമാകുന്ന അനുദിന ഭക്ഷണങ്ങളെ അനുദിന ഭക്ഷണങ്ങളെ തിരിച്ചറിഞ്ഞ് തിരിച്ചറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. അഭിഷേകം ചെയ്യണമേ. പ്രിയപ്പെട്ടവരെ, ഇപ്പോഴ് നമ്മൾ വായിച്ച് കേട്ട വചനം ഏതാണ്? റോമൻ 4:20. എന്താ വചനം? ഏറ്റു പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ വളരുവേൻ, ശക്തിപ്പെടുവേൻ. അപ്പോൾ എന്നെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാലേ, ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ നമുക്ക് എന്ത് സംഭവിക്കും? വിശ്വാസത്തെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തു പോകും. വിശ്വാസം അപ്ഗ്രേഡ് ചെയ്യണം. കാര്യം നമ്മൾക്കുള്ള പ്രോബ്ലം ഞാൻ എപ്പോഴും പറയാറുണ്ട്. അതായത് നമ്മളുടെ ഫെയ്ത്ത് ക്രൊണോളജിക്കൽ ഫെയ്ത്താണ്. സാധാരണ നമുക്ക് 18 വയസ്സ് അല്ലെങ്കിൽ 50 വയസ്സുണ്ടെങ്കിൽ 50 വയസ്സിൻ്റെ വിശ്വാസമാണ് നമുക്കുള്ളത്. ചിലപ്പോൾ 50 വയസ്സിൻ്റെ വിശ്വാസം കാണത്തില്ല. വിശ്വാസത്തെ വർക്ക് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ 50 വയസ്സുള്ള വിശ്വാസം കാണത്തില്ല. 50 വയസ്സ് ഉണ്ടാകാം, ചിലപ്പോൾ 30 വയസ്സിൻ്റെ 20 വയസ്സിൻ്റെ വിശ്വാസം ഉണ്ടാകും. അതെന്നുവെച്ചാൽ ക്രോണോളജിക്കൽ ഇയറിനേക്കാൾ താഴ്ന്നു വരും. എന്നുവെച്ചാൽ വണ്ടിയുടെ പുറകിൽ കൊണ്ടുവന്ന് കുതിരയെ കെട്ടണ പോലെ ഇരിക്കും. അതുകൊണ്ടാണ് മൂവ് ചെയ്യാത്തത്. എപ്പോഴും വണ്ടി, ഈ ജീവിതമാകുന്ന വണ്ടി വിശ്വാസം വലിച്ചുകൊണ്ട് പോകണം. അതിന് വിശ്വാസം വയസ്സിനേക്കാൾ കൂടിയ വിശ്വാസം ഉണ്ടാകണം. ഇത് വലിയ പ്രശ്നമാണ്. ഒന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ കർത്താവേ, എൻ്റെ പ്രായത്തിൽ കവിഞ്ഞ വിശ്വാസത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. എൻ്റെ പ്രായത്തിൽ കവിഞ്ഞ വിശ്വാസത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ഈ പ്രായത്തിൽ കവിഞ്ഞ വിശ്വാസം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടി വരും. എന്തിന്? എങ്ങനെ മഹത്വപ്പെടുത്തണം? നമ്മൾക്ക് ദൈവഹിതപ്രകാരമുള്ള എന്തെങ്കിലും ഒരു ദുഃഖവും ദുരിതമോ അരിഷ്ടവും ജീവിതത്തിൻ്റെ ഭാഗമായാൽ അത് നമ്മൾ വിഴുങ്ങാതെ, മറിച്ച് ആ സമയത്ത് അത് വെച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ മനസ്സിനോട് യോജിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അല്ലാതെ അതിന് കരഞ്ഞ് കൂവി ആപ്പടെ സങ്കടപ്പെട്ട് നടക്കരുത്. കാര്യം ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ഏത് നിമിഷവും നിൻ്റെ ജീവിതത്തിലേക്ക് ഇടപെടാനുള്ള ഒരു വകുപ്പാണത്. നിൻ്റെ സന്തോഷത്തിൽ ഇടപെട്ടിട്ട് ദൈവത്തിന് കൃപ ഉൽപ്പാദിപ്പിക്കാൻ പറ്റത്തില്ല. നോട്ട് ദ പോയിൻറ്റ്. ശ്രദ്ധിക്കുക, നിൻ്റെ സന്തോഷത്തിൽ ഇടപെട്ടുകൊണ്ട് നിനക്ക് ഒരു വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ ദൈവത്തിന് എളുപ്പം നിൻ്റെ സങ്കടങ്ങളിൽ ഇടപെട്ടിട്ട് നിൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് സന്തോഷവും സങ്കടവും. ഇപ്പം നീ ഒരു സന്തോഷമായിട്ട് പോവുകയാണ്, ഒരു കുഴപ്പമില്ല വെച്ചാൽ ഭംഗിയായിട്ട് പോകണമെന്ന് പറഞ്ഞാൽ ഒക്കെയാണ് വെച്ചാൽ കുഴപ്പമില്ലെന്ന് വെച്ചാൽ ഞാൻ പറയും നീ പോക്കാണെന്ന് പറയും. എന്താ കാര്യം? ദൈവം നിന്നെ തിരഞ്ഞെടുത്തിട്ടില്ല. വിശ്വാസം വളർത്താൻ വേണ്ടി ദൈവം നിന്നെ തിരഞ്ഞെടുത്തിട്ടില്ല. നിനക്ക് ക്ലാസ് കയറ്റമില്ല. പണ്ടത്തെ ക്ലാസ്സിൽ തന്നെ ഇരിക്കുകയാണ്, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ഭക്ഷണം കിട്ടും, അത്യാവശ്യം ജോലിയുണ്ട്, അത്യാവശ്യം സന്തോഷമായിട്ടൊക്കെ അങ്ങനെ പോകണേ. ഇതുകൊണ്ട് നിത്യതയ്ക്കൊരു പ്രയോജനമില്ല. നീ ചാകുന്നു, തീരുന്നു, എല്ലാം തീർന്നോ? യേശുക്രിസ്തുവിനെ നീ സ്വീകരിച്ചിട്ടും നിനക്ക് നിത്യതയ്ക്ക് വൃത്തിയും മെനയുള്ളൊരു നിത്യത കിട്ടിയില്ലെങ്കിൽ ഉള്ള അവസ്ഥ എന്താ? എങ്ങനെയെങ്കിലും നിത്യത കിട്ടിയാൽ മതിയോ? എങ്ങനെയെങ്കിലും നിത്യത കിട്ടിയാൽ പോരാ. അതെന്തുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യസ് 15:41 വായിച്ചോളൂ. 1 കൊരിന്ത്യസ് 15:41 വായിച്ചോളൂ. ശ്രദ്ധിക്കട്ടെ. സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുണ്ട്. ഒന്ന് പറഞ്ഞേ. സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് ഒന്ന്, ഭൗമിക ശരീരങ്ങളുടെ തേജസ് മറ്റൊന്ന്. തേജസ് മാറ്റം കണ്ടില്ലേ? സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് ഒന്ന്. ഏറ്റു പറഞ്ഞേ. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് ഒന്ന്, ഭൗമിക ശരീരങ്ങളുടെ തേജസ് ഒന്ന്. അപ്പൊ തേജസ്സാണ് പ്രോബ്ലം, മഹത്വമാണ് പ്രശ്നം. കണ്ടില്ലേ? ഇനി അടുത്ത വായിക്കുക. സൂര്യന്റെ തേജസ് ഒന്ന്, സൂര്യന്റെ തേജസ് ഒന്ന്, ചന്ദ്രന്റേത് മറ്റൊന്ന്, നക്ഷത്രങ്ങളുടേത് വേറെ ഒന്ന്. നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. ഇപ്രകാരം തന്നെയാണ്. ദാറ്റ്സ് ദ പോയിന്റ്. എന്താണ്? ഒന്ന് പറഞ്ഞേ.
ഇപ്രകാരം തന്നെയാണ് മരിച്ചവരുടെ പുനരുത്ഥാനവും. മരിച്ചവരുടെ പുനരുത്ഥാനവും. മനസ്സിലായില്ലേ? മരിച്ചവരുടെ പുനരുത്ഥാനത്തിനും തേജസ് മാറ്റം ഉണ്ടെന്നർത്ഥം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ എന്തെങ്കിലും കാര്യം എൻ്റെ മനസ്സിന് അനപേക്ഷണീയമായിട്ട് നടക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരില് എനിക്ക് നിരാശ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങയുടെ വചനം എനിക്ക് പ്രത്യാശ നൽകുന്നതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. നടക്കാത്ത കാര്യങ്ങളെ ഓർത്ത് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. എന്റെ വിശ്വാസത്തില് റോമ 4:20 അനുസരിച്ചുകൊണ്ട് എന്നെ വിശ്വാസത്തില് ശക്തിപ്പെടുത്തണമേ. ശ്രദ്ധിക്കട്ടെ. ജീവിതത്തിലെ ഞങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങള് നടക്കാതെ വരുമ്പോൾ അത് ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് അപ്പായുടെ ഹിതത്തിന് ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുൻപിൽ, ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുൻപിൽ, ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാൽ പിന്മാറുകില്ല ഞാൻ. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാൽ പിന്മാറുകില്ല ഞാൻ. ഒന്ന് മുട്ടേ, നമുക്ക് ലാസ്റ്റ് പ്രെയറാണ്. അച്ഛൻ്റെ മനസ്സിൽ ജോലിയില്ലാത്തവരുണ്ട്, ചില ഉടമ്പടി എടുക്കാൻ ആഗ്രഹമുണ്ടായിട്ട് വരാൻ ഒത്തിയിട്ടില്ല. അവരെയും ഞാനിപ്പോൾ ഓർക്കുക. ഇപ്പോൾ അവർ നീറ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കഴിവിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ കൃപ അവർക്ക് പ്രവർത്തിക്കാൻ. മാതാപിതാക്കന്മാരുടെ അവരുടെ ജീവിതത്തിന് വേണ്ടി, ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തേക്ക് ചൊരിഞ്ഞ കണ്ണുനീരെല്ലാം ഞങ്ങളായിട്ട് വരാൻ അവരെല്ലാം ഓർക്കുകയാണ്. ഈ ആഴ്ചയിൽ ഒഴിച്ചിടുന്ന മക്കൾ, ഉടമ്പടി എടുത്ത് അച്ഛൻ്റെ ആശീർവാദം വാങ്ങിച്ചു പോയവരുണ്ട്. കൃപാസൻ മാതാവിൻ്റെ അടുത്തൊന്ന് വന്നെങ്കിലെന്ന് കൊതിച്ചിട്ട് വരാൻ പറ്റാത്തവരുണ്ട്. അവരെല്ലാം ഓർക്കുകയാണ് ഇപ്പോഴ്. ഈ ആഴ്ച IELTS എഴുതുന്നവരുണ്ട്, അവരെ ഞാൻ ഓർക്കുന്നു. MOH, ഹാദ്, എല്ലാ പ്രൊഫഷണൽസിനെയും PSC എക്സാം വരുന്നുണ്ട്, അതും ഓർക്കുന്നു. എല്ലാവരെയും ഓർക്കുകയാണ്. ഞാൻ ഈ പ്രൊഫഷണൽസിന് ശരിക്കും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഈ മണ്ണി ചവിട്ടിയാൽ തീർച്ചയായിട്ടും അവരെ കാണാതെ ഞാൻ വിടത്തില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവരെ ഉള്ള രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ കുടുംബം രക്ഷപ്പെടും. അവരൊരാളെ രക്ഷപ്പെട്ടാൽ അനിയത്തിനെ ചേട്ടത്തിനെ കല്യാണം കഴിപ്പിക്കാം, നമുക്ക് വീട് വെക്കാം, അങ്ങനെ കുറേ കാര്യങ്ങളാണ്. കടങ്ങൾ പരിഹരിക്കും, ആ കുടുംബത്തിൻ്റെ കടങ്ങൾ തീരും അതിനാൽ. അതുകൊണ്ട് പ്രൊഫഷണൽസിന് എല്ലാവരെയും എന്തെല്ലാം തരത്തിൽ ഒരു പരീക്ഷ, ഇപ്പോൾ ബിടെക്കുകാരാണ്, അവർ കുറേ അധികം അരിയർ വന്നു പോയി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഉടമ്പടി ചെയ്തിട്ട് അവരെ കൊണ്ടുവരണം. ചിലപ്പോൾ ഒറ്റ ബ്ലെസ്സിങ് കൊണ്ട് ചിലപ്പോൾ 20-22 അരിയർ വരെ എഴുതിയെടുപ്പിച്ചിട്ടുണ്ട് ബിടെക്കിൻ്റെ. അവരിനി എഴുതണില്ലെന്ന് പറഞ്ഞാണ്. ഞാൻ പറഞ്ഞു എഴുതും മോളെ, നമുക്ക് 6 വെച്ച് എഴുതാമെന്ന് പറയും. 6 വെച്ച് എഴുതാം. സിലബസ് നിൻ്റെ സിലബസ് മാറുന്ന മുമ്പ് നിന്നെ മാതാവ് കരകയറ്റി വിട്ടിരിക്കും. അങ്ങനെയുള്ള എല്ലാവരെയും പ്രൊഫഷണൽസിനെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. വിജയത്തിലേക്ക് അനയിക്കണമേ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി ആ മക്കളെ അർപ്പണമേന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ മാതാപിതാക്കളുടെ കണ്ണുനീരിനെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. കരുണയായിരിക്കണമേ. സാമ്പത്തിക കടങ്ങളുള്ളവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, സാമ്പത്തിക കടങ്ങളിൽ വീട് വിൽക്കാൻ വേണ്ടി പോണവരെ, ജപ്തി നടപടിയിൽ വന്നിരിക്കുന്നവരെ,
വീടില്ലാത്തവർ, വീടിന് വഴിയില്ലാത്തവർ, നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം, ഇത് നിങ്ങൾ നിൽക്കുന്ന സ്ഥലം അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട്, അതും ഈശോ ഉള്ളപ്പ സമയത്താണ് അമ്മ അന്ന് പ്രത്യക്ഷപ്പെട്ടത്. ഇവിടെ കണ്ണീരിടുമ്പോൾ തീർച്ചയായിട്ടും ദൈവം അത് കൈ പിടിക്കും, ഉറപ്പായിട്ടും പിടിക്കും. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് 4 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ, വഴിയില്ലാത്ത സ്ഥലമാണ്. ബാങ്കുകാർ 19 ലക്ഷം ഞങ്ങൾക്ക് വേണം, തരത്തിലെന്ന് പറഞ്ഞ് ഞങ്ങൾ ഓടിച്ചെന്ന് പറയും. പക്ഷേ അമ്മ ആ ബാങ്കിൽ നിന്ന് തന്നെ വേറെ ആൾക്കാർ വഴി കാശെടുത്ത് കൊടുത്തു. മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങളാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്കൊരു ചിന്ത ഉണ്ടാകണം, ഈ ജീവിതം കഴിഞ്ഞ് വേറൊരു ജീവിതമുണ്ട്. അതും ഉടമ്പടിയാണ്, വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്, നിത്യജീവിതം. ഈ ഉടമ്പടിയിൽ വരുമ്പോൾ ഞാൻ മാതാവിനെ നേരെ കണ്ട ആളാണ്. അതുകൊണ്ട് നിത്യജീവിതം എന്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ അപേക്ഷ എന്ന് പറഞ്ഞത്, നിത്യജീവിതം നശിപ്പിക്കുന്ന ഒരു നടപടിക്രമവും ഒരു പ്രണയവും ഒന്നും നിങ്ങളുടെ ജീവിതമോ നിങ്ങളുടെ ആത്മാവോ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിശുദ്ധിയോ നിത്യരക്ഷയോ നഷ്ടപ്പെടുത്തുന്ന ഒരു ബന്ധങ്ങൾ നിങ്ങൾ കെട്ടിലെന്നേ ഉള്ളൂ. കർത്താവിനെ ജീവിതം കളഞ്ഞ് ദൈവത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു തീരുമാനം എടുക്കുക. തൽക്കാലത്തേക്കുള്ള ലാഭം മാത്രമാണത്. അങ്ങനെ ഒരു സ്റ്റെപ്പ് നീ എടുത്തു കഴിയുമ്പോൾ ദൈവം ആരാണെന്ന് നീ അറിയും. മാതാവേ, പലതരത്തിലുള്ള പ്രണയബന്ധങ്ങൾ അകപ്പെട്ടവരെ, ചില പിള്ളേരൊക്കെ വെറും പൊട്ടികളാണ് ശരിക്കും. കാര്യം ഈ ചാക്കിട്ട് പിടുത്തക്കാരെ അവരെ കൊണ്ടുപോയി റിസോർട്ടിൽ കൊണ്ടൊക്കെ ബന്ധപ്പെട്ട് 2 ആഴ്ച 3 ആഴ്ചക്കുള്ളിൽ അവരെ നശിപ്പിച്ച് കളയും. പിന്നെ ഇവരുടെ പുറകെ ഇങ്ങനെ വാലുമായിട്ട് നടക്കേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള പോഴം പണിയൊന്നും നമ്മുടെ കുഞ്ഞുങ്ങൾ ചെയ്യരുത്. എല്ലാവരോടുമായിട്ട് പറയുകയാണ് ഞാൻ, ജാതി മതം നോക്കാതെ എല്ലാവരോടും പറയുകയാണ്. ഇന്നത്തെ കാലം എന്ന് പറയുന്നത് ആ ടൈപ്പാണ്. അപ്പം നിങ്ങൾക്ക് ആദ്യം ഇത് കഴിയണ വരെ നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾ തേനാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. പക്ഷെ ഒരു കഥയുമില്ല. മനുഷ്യന്മാരുടെ സൈക്കോളജി അറിയണം. നിങ്ങൾ അവർ മാനസികമായിട്ട് ഉപേക്ഷിച്ചാലും നിങ്ങൾ അറിയിക്കാതെ ടാറ്റിസായിട്ട് കൊണ്ടു നടക്കാൻ അവർക്കറിയാൻ പറ്റും. അത്ര സൂത്രക്കാരാണ് ഇങ്ങനെയുള്ള ആൾക്കാർ, ഇതുപോലെ അകപ്പെടുത്തുന്ന ആൾക്കാർ. അപ്പം അങ്ങനെയുള്ള ബന്ധങ്ങൾ അകപ്പെട്ടിരിക്കുന്നവരെ വിടുതലിന് വേണ്ടി സ്തുതിക്കട്ടെ, വിടുതലിന് വേണ്ടി സ്തുതിക്കട്ടെ. മൗനമായി പ്രാർത്ഥിക്കുക. സമാപനാശീർവാദമാണ്. നമ്മുടെ എല്ലാ ഉടമ്പടി നിയോഗങ്ങൾ ദിവ്യാരുടെ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഉടമ്പടി എടുത്തപ്പോൾ നിങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങളെ ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എന്നെയും എൻ്റെ കുടുംബത്തെയും നിന്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ മഹത്വം മഹത്വം ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, മഹത്വം മഹത്വം ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.